നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ടും ഇന്നത്തെ കാഴ്ചകളിലോട്ടും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് കേട്ടോ. അങ്ങനെ വയൽവാരം വീട്ടിലെ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണിക്കുന്നത്. റോട്ടിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ വലിയ പടുകൂറ്റൻ കവാടമാണ് കാണുന്നത്. വളരെ ഭംഗിയായി അവിടെയൊക്കെ വെച്ചിരിക്കുന്ന നിലങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറുമ്പം അതിലും മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെടികൾ. ഇതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ മുമ്പോട്ട് കടക്കുമ്പം അത്ഭുതകരമായ മറ്റൊരു കാഴ്ച. ഇതാ മുത്തശ്ശി പ്ലാവെന്ന് നെയിം ബോർഡും വെച്ചിട്ട് വലിയൊരു മുത്തശ്ശി പ്ലാവ് അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ അകം മുഴുവൻ ഉണങ്ങി കരിഞ്ഞ് അത് അകത്തൊന്നുമില്ല, പൊള്ളയായിട്ടാണ് അത് കാണുന്നത്. എന്നാലോ അതിൽ നിറയെ ഫലങ്ങൾ നിൽക്കുന്നു. വളരെ അത്ഭുതവും വളരെ മനോഹരമായ ഒരു കാഴ്ചയുമാണ് കേട്ടോ എനിക്കത് തോന്നിയത്. അങ്ങനെ അവിടവും കഴിഞ്ഞ് ഉള്ളിലോട്ട് പോയി. ശിവഗിരി ഉത്സവത്തിൻ്റെ സമയമായതുകൊണ്ടാണ് കേട്ടോ എല്ലാ ഭാഗങ്ങളും വളരെ വർണ്ണമായ രീതിയിലാണ് ഇങ്ങനെ കൊടികൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നത്. അതുകൂടാതെ ധാരാളം ജനങ്ങൾ വെള്ളം പോലെ ആ വഴിക്കും ഈ വഴിക്കും ഒഴുകി നടക്കുന്ന ജനങ്ങൾ എല്ലാം കൂടെ വളരെ മനോഹരമായ ഭാഗ്യമായ ഒരു കാഴ്ചയാണ് കേട്ടോ ചെമ്പഴന്തിയിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ ഇതാണ് കേട്ടോ വയൽവാരം വീട്. അങ്ങനെ നല്ല ഒന്നാന്തരം കോൺക്രീറ്റ്, മുകളിൽ കോൺക്രീറ്റ് വെച്ച് താഴെ കാണുന്ന നമ്മുടെ ഗുരുദേവൻ ജനിച്ച വയൽവാരൻ വീടിനെ ഇങ്ങനെ നന്നായിട്ട് സംരക്ഷിച്ചു പോകുന്നത് കൊണ്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ നമ്മുടെ പുരാതന കാലത്ത് നമ്മുടെ വീട് എങ്ങനെയാണോ നമ്മളെ അമ്മമാർ വെച്ചത്, ചാണകമൊക്കെ തറയിൽ മെഴുകി ഓലയൊക്കെ മേഞ്ഞ് വാതിലും ജനലൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ വൃത്തിക്ക് വെച്ച് നല്ല ഒന്നാന്തരമായി സംരക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ വയൽവാരം വീട്. അങ്ങനെ വയൽവാരം വീടിൻ്റെ കാഴ്ചകളിലോട്ട് പോകുമ്പം നമുക്ക് എന്തോ ഒരു പ്രതീതി അനുഭവപ്പെടുന്ന പോലെ എൻ്റെ വളരെ കുഞ്ഞുനാളിലേ ഉള്ള ആഗ്രഹമാണ് ഇന്നെനിക്ക് സാക്ഷാത്കരിച്ചത്. 1854 ഗുരുദേവൻ ഓഗസ്റ്റ് 20 ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ ഈ വീട്ടിൽ ജനിച്ചത്. ഗുരുദേവൻ്റെ അച്ഛനായ കൊച്ചപ്പള്ളി മാടൻ എന്ന പേരായ മാടനാശാൻ സംസ്കൃത അധ്യാപകനും അതുപോലെ തന്നെ ആയുർവേദത്തിലും പിന്നെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും ഹൈന്ദവ കാര്യങ്ങളിലൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ മാടനാശാൻ എന്ന് വിളിച്ചിരുന്നത്. ആ മാടനാശാൻ്റെ മകനായിട്ടാണ് ഗുരുദേവൻ ഈ വയൽവാരം വീട്ടിലും ജനിച്ചത്. വയൽവാരം വീടിൻ്റെ ചുറ്റുവട്ടമായി ഇതുപോലത്തെ കുറച്ച് 3-4 കിണറുകളുമുണ്ട്. അതൊക്കെ ഗുരുദേവൻ നാരായണ ഗുരു കൈകൊണ്ട് മാന്തി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത്. അതിലെ വെള്ളത്തിലൊക്കെ വളരെയധികം തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഈ വീടിന് ചുറ്റും ഞങ്ങളിങ്ങനെ പ്രദക്ഷിണം വെക്കുകയാണ്. ഓരോ ഭാഗവും നമ്മളുടെ രോമങ്ങളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള മനോഹര കാഴ്ചകളാണ്. ഈ റൂമിൽ അദ്ദേഹത്തിൻ്റെ നാരായണ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളും, കിടക്കകളും തലേണയും പിന്നെ കസേരകളും, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും അവർ അതുപോലെ തന്നെ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കാണുന്നത് ഓരോരുത്തർക്കും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഇവിടെ പോയി അവിടുത്തെ പൂജകളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും എന്തൊക്കെ പൂജയാണെന്നൊക്കെ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ചെറിയ പൂജയൊക്കെ കഴിപ്പിക്കാനും എനിക്ക് സാധിച്ചു. ഇത് വയൽവാരം വീടിൻ്റെ മുറ്റത്ത് ചാരുകസേരയിൽ ഇരിക്കുന്ന നാരായണ ഗുരുവിൻ്റെ പ്രതിഭയാണ് കേട്ടോ. വളരെയധികം സന്തോഷം തോന്നും നമ്മുടെ നവോത്ഥാന നായകനെ ഇങ്ങനെ കണ്ടതിൽ. അങ്ങനെ തൊട്ടടുത്ത് പോയി നിന്ന് പൂജ കാണാനുള്ള ഭാഗ്യവും, വളരെ തിരക്കാണെങ്കിലും എനിക്ക് സാധിച്ചു. അങ്ങനെ തൊട്ടടുത്ത് നിന്ന് പൂജയും കണ്ണു നിറയെ കണ്ട് പ്രസാദവും വാങ്ങിക്കുവാനും എനിക്ക് സാധിച്ചു. പിന്നെ ഈ വയൽവാർ വീടിന് സമീപത്ത് തന്നെയായി ചെറിയ രണ്ട് ഇതുപോലെ 2 മടപ്പുരകൾ പോലെയുണ്ട്. അവിടെയും പൂജകൾ നടക്കുന്നുണ്ട്. സ്വാമിമാർ തന്നെയാണ് അവിടെയൊക്കെ പൂജ നടത്തുന്നത്. ഇതൊക്കെ കണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി പൂർവ്വജന്മ സുഹൃതം എന്നാണ് എനിക്ക് തോന്നിയത് ഇവിടെ എത്തിയപ്പോൾ. അത്രത്തോളം മനോഹരമായ കാഴ്ചകളും ഒക്കെയാണ്. ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം മനുഷ്യന് എന്ന മഹത് വചനം
നമുക്ക് ഓതിത്തന്ന, നമ്മളെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിപ്പിച്ച നമ്മളുടെ പരമഗുരുവിൻ്റെ ജന്മസ്ഥലം കാണാൻ സാധിച്ചത് ഏറ്റവും വലിയ ജീവിത സൗഭാഗ്യവും ജീവിത പുണ്യവുമായി എനിക്ക് തോന്നുന്നു. പല സ്ഥലങ്ങളിലും ഗുരുദേവൻ്റെ വചനങ്ങൾ എല്ലായിടത്തും അവർ പ്രിൻ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ഒക്കെ അവിടെ നിന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുകയും ധാരാളം അർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സാധിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെയാണ് ഗുരുദേവൻ്റെ അവിടെ എഴുതി വച്ചിരിക്കുന്നത്.